ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നീ ഇവിടെ ഒന്നൊന്ന് ഇരുന്നാണ്. അടുത്ത ബെല്ലിന് ബാലെ ആരംഭിക്കും. നമ്മുടെ തെങ്ങിൽ ഈ കോളാമ്പി കൊണ്ടൊന്ന് കെട്ടിയാര്? അത് കമ്മിറ്റിക്കാര് കൊണ്ട് കെട്ടിയപ്പോ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞൂടെ? അമ്പലത്തിലെ കാര്യമില്ലേട്ടാ, ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയാ? അയ്യോ, വള്ളുവനാട് നാടകം തുടങ്ങി. അല്ല, അങ്ങനല്ല, അതൊരു ഫ്ലോയിൽ വന്നതാ. ഇരിക്കി, ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടാ. അയ്യോ തൊട്ടുപോകരുത്. ഊർച്ചയില്ലാത്ത വാളുമായി നീ എന്തിന് യുദ്ധത്തിനിറങ്ങി? നീയാണോ തീരുമാനിക്കണേ എന്റെ ഭാര്യ ഞാൻ തുടരോ വേണ്ടത്? ഈ ബാലയുടെ പേരെന്തോന്ന്? അത് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. പോണോന്നുണ്ടോ വേണ്ട, ഞാൻ ചുമ്മാ ഒരു ഓണത്തിന് വേണ്ടി അങ്ങ് ചോദിച്ചതാണ്. ബാലയുടെ പേര് എനിക്ക് അറിയണ്ട. ആന ഇറങ്ങിയിരിക്കുകയാണ്. പട്ടണങ്ങളെല്ലാവരും ദൈവമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നതാണ്. ആരും അതിന്റെ കാൽച്ചൂടിൽ തല കൊണ്ട് വെച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആന ഇടഞ്ഞ എന്ത്? ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. അയ്യോ, ഇവിടെ അതിലും വലുതായിട്ട് ഞാൻ ഇടഞ്ഞിരിക്കും. അടിയിൽ തുറന്ന് ആന ഇടഞ്ഞ് ഇങ്ങോട്ട് കേറിക്കോ കേറിക്കോ. എവിടെ പോണം? എന്റെ വാച്ച്. ആന ഇടഞ്ഞെന്ന്. ആന ഇടഞ്ഞ് ഇങ്ങോട്ട് കയറി വരും. രണ്ടാം നിലയിലാകുമ്പോ സുരക്ഷിതമായിട്ട് ഇവിടെ ഇരിക്കാലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വല്ലതും സംഭവിച്ചോ? ഒന്നും അല്ല, അവിടെ ഇടഞ്ഞിട്ട് അതിന്റെ പ്രാന്തില് നീ എന്ത് കിടന്നു? ഇല്ല, അത് സംഭവം ആന ഇടഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ ഷർട്ടൂരി ആഹ്ലാദിച്ചതാ. അല്ലല്ല, ഷർട്ടൂരി ഓടാൻ നോക്കിയതാ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇടഞ്ഞ ആനയെ തളച്ചിരിക്കുകയാണ്. എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ വന്നിരുന്ന് ബാല കാണണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ പോയി ബാല കാണാം. ആന ഇടഞ്ഞ നീ വരുന്നില്ലേ? ഞാൻ ബാല പറഞ്ഞില്ല. ഈ ബാല കാണാൻ വരുന്ന കാര്യം അല്ല പറഞ്ഞത്. എയർപോർട്ടിൽ പോകാൻ അവിടെ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യത്തില്ലെന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാ പോരെ? എന്തിന്? ആന ഇനിയും വന്ന് ഇടഞ്ഞു കഴിഞ്ഞാൽ പോക്ക് നടക്കോ? ബാഗ് എടുക്കാൻ പോകാൻ നോക്കാം. സുമേ, കെട്ടിയെട്. അല്ല, പെട്ടി എടുക്കാൻ.